കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 6-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെ ആശീർവാദം, ആ ആശീർവാദത്തിൻ്റെ ശക്തി എന്താണ്, ഒരാശീർവാദത്തിലൂടെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള വളരെ വ്യക്തമായൊരു സൂചന വചനം നൽകുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്നാണ് പുരോഹിതനോട് പറയുന്നത്. പുരോഹിതൻ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുവൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് അനുഗ്രഹിക്കാവൂ എന്നുള്ളതാണ്. ഇവിടെ വചനം പറയുന്നത്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പുരോഹിതൻ കരങ്ങൾ ഉയർത്തി പറയേണ്ടതുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹം, ആ അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുന്ന, കർത്താവിൽ നിന്ന് ആ അനുഗ്രഹം യാചിച്ച് പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ദൈവജനത്തിലേക്ക് നൽകുന്നതാണ് കർത്താവിൻ്റെ രീതി. അപ്പോൾ പുരോഹിതൻ കർത്താവിൻ്റെ നാമത്തിലാണ് അനുഗ്രഹിക്കുന്നത്. പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധി മാത്രമാണ്. ആ പ്രതിനിധി ആയിരിക്കുമ്പോൾ ദൈവീകമായ എല്ലാ കാര്യങ്ങളിലേക്കും അവൻ്റെ ശ്രദ്ധ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അബ്രഹാമിന് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നൽകിയത് ഈ അനുഗ്രഹമാണ്. നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. അങ്ങനെ അബ്രഹാമിൻ്റെ പിൻതലമുറകളെ അനുഗ്രഹിക്കുവാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഒരു വ്യക്തി ഒരാശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കുകയും കർത്താവിൻ്റെ അനന്തമായ കരുണയുടെ നദി അവനിലേക്ക് ഒഴുകുകയും ചെയ്യുകയാണ്. കർത്താവ് കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ ആശംസ പഴയ നിയമകാലം മുതൽ തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും വിശുദ്ധ ബലിയർപ്പണങ്ങളിൽ പുരോഹിതൻ ആശംസിക്കുന്ന ഈ സമാധാനം ഉദ്ധിതനായ കർത്താവ് മക്കൾക്ക് നൽകുന്ന ആ സമാധാനമാണ്. ഉദ്ധിതനായ ദൈവം ഓരോ വ്യക്തികളെയും ആശീർവദിക്കുകയും ആശംസിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സമാധാനമാണ് അവൻ ആശംസിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതും കർത്താവിന് നമുക്ക് നൽകാൻ പറ്റുന്നതുമായ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സമാധാനമാണ്. അങ്ങനെ ആ സമാധാനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും പകർന്നെടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കുന്നത് പുരോഹിതൻ്റെ ആശീർവാദത്തിലൂടെയാണ്. അങ്ങനെ പുരോഹിതൻ്റെ ആശീർവാദം ഇസ്രായേൽ മക്കൾക്ക് നൽകുമ്പോൾ അവരുടെ ഉള്ളിൽ നിറയപ്പെടുന്നത് ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയാണ്. കർത്താവിൻ്റെ ആ നാമത്തിൻ്റെ പരിശുദ്ധി അവരുടെ ജീവിതങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം ലഭിക്കുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. ആ ആശീർവാദം കൂടെ സ്വീകരിക്കുവാനും ഏതെങ്കിലുമൊക്കെ ഉദ്യമങ്ങൾക്ക് നാം ഇറങ്ങുമ്പോൾ ആ ഒരു പൗരോഹിത്യ ആശീർവാദം സ്വീകരിച്ച് പോയാൽ അതൊരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിത്യപുരോഹിതനായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.